വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് പോലെ ബിജെപിക്ക് 370 സീറ്റ് കിട്ടില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ പറയുന്നത്. ബിജെപിക്ക് 370 സീറ്റുകൾ സ്വന്തമായി നേടുക അസാധ്യമാണെന്ന് തറപ്പിച്ചു പറയുകയാണ് അദ്ദേഹം. എന്നാൽ ബിജെപിക്ക് 300 സീറ്റുകൾ ലഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യാപകമായ രോഷമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബിജെപി 370 സീറ്റുകൾ നേടുമെന്നും NDA 400 കടക്കുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ട ദിവസം മുതൽ ഇത് സാധ്യമല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം പ്രവർത്തകരുടെ മനോവീര്യം ഉയർത്താനുള്ള മുദ്രാവാക്യം മാത്രമാണെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ വാദം. അതേസമയം ബിജെപിക്ക് 370 സീറ്റുകൾ നേടുക അസാധ്യമാണ് എന്നും എന്നാൽ അവർ കേവല ഭൂരിപക്ഷമായ 270-ൽ താഴെ പോകില്ല എന്നും പ്രശാന്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ അതേ സീറ്റുകൾ, അതായത് 303 സീറ്റുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സീറ്റുകൾ നേടാൻ ബിജെപിക്ക് കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ബിജെപിക്ക് വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ വലിയ ഭീഷണിയില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കൂടാതെ തെക്കും കിഴക്കും സീറ്റുകൾ കുതിച്ചുയരും. 2019 തിരഞ്ഞെടുപ്പിൽ ബിജെപി 303 സീറ്റുകൾ നേടിയത് എവിടെയാണെന്ന് നോക്കൂ. ആ 303 സീറ്റുകളിൽ 250 വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നാണ്. ഇതിൽ അവർക്ക് കാര്യമായ നഷ്ടം, അതായത് 50 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടോ എന്നതാണ് പ്രധാന ചോദ്യമെന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കിഴക്കൻ തെക്ക് മേഖലകളിൽ ബിജെപിക്ക് നിലവിൽ 50 സീറ്റുകളാണുള്ളത്. അത് 15 മുതൽ 20 സീറ്റുകൾ വരെ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രശാന്ത് കിഷോർ വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിക്കെതിരെ വ്യാപകമായ രോഷം രാജ്യത്ത് ഇല്ലെന്നും അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ നിരാശ തോന്നുന്ന സമൂഹത്തിലെ ഒരു വിഭാഗം ഭൂരിപക്ഷമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു പാർട്ടിക്കെതിരെയോ അതിന്റെ നേതാവിനെതിരെയോ ജനങ്ങൾക്കിടയിൽ കാര്യമായ രോഷം ഉണ്ടാകുമ്പോഴാണ് ഒരു സർക്കാർ തോൽക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ വ്യാപകമായ രോഷമുണ്ടെന്ന് ഇരുപക്ഷത്തു നിന്നും, അതായത് സർക്കാരിൽ നിന്നോ പ്രതിപക്ഷത്തു നിന്നോ കേൾക്കാനില്ല എന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം 400-ലേറെ സീറ്റുകൾ നേടുമെന്ന് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി. സഖ്യം 400-ലേറെ സീറ്റുകൾ നേടുന്നതിനൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജൂലൈ 4-ന് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരിക്കുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെടുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ടായിരിക്കും BJP ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുക. ആളുകളുടെ മനസ്സിലെ മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടു. മേഖലയിലുടനീളമുള്ള സീറ്റ് വിഹിതത്തിലും വോട്ട് വിഹിതത്തിലും വലിയ കുതിച്ചുചാട്ടം BJP ഇത്തവണയുണ്ടാക്കുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 543 ലോക്സഭാ സീറ്റുകളിൽ 131 എണ്ണമാണ് ദക്ഷിണേന്ത്യയിലുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാണ്ടിയിൽ സ്വതന്ത്രയായി വിജയിച്ച സുമലതയെ കൂട്ടാതെ തന്നെ 29 അംഗങ്ങളെ വിജയിപ്പിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. ഇത്തവണ കേരളം, തമിഴ്നാട്, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും BJP കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കിഴക്കൻ ഇന്ത്യയിൽ പോലും ജനങ്ങളുടെ പിന്തുണയിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുവെന്നും മോദി പറഞ്ഞിരുന്നു. ഇത് ഭുവനേശ്വറിലും കൊൽക്കത്തയിലും ഡൽഹിയിലും പോലും ചില മാധ്യമങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെയും വിഭാഗങ്ങളിലെ ആളുകൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ നൽകുന്നുണ്ട്. ജനങ്ങളുടെ അനുഗ്രഹം ഞങ്ങളെ റെക്കോർഡ് ഭേദിക്കുന്ന ജനവിധിയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് തെക്ക്, കിഴക്ക് എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കുമെന്നും മോദി അവകാശപ്പെടുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞ ഘട്ടങ്ങളിലെ എല്ലാ വിലയിരുത്തലുകളും കാണിക്കുന്നത് NDA മികച്ച മുന്നേറ്റത്തിലാണെന്നും കോൺഗ്രസും അതിന്റെ ഇന്ത്യൻ സഖ്യവും ചില സംസ്ഥാനങ്ങളിൽ അക്കൗണ്ട് തുറക്കാൻ പോലും പാടുപെടുകയാണെന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ട് മോദി പറഞ്ഞു. ഏതായാലും മോദിയുടെ ഇത്തരം പ്രസ്താവനകൾ കാറ്റിൽ പറത്തുന്നതാണ് പ്രശാന്ത് കിഷോറിന്റെ പുതിയ പ്രവചനം.